ദുരന്തം വിതച്ച വയനാടിന്റെ മണ്ണിലേക്ക് രക്ഷാപ്രവർത്തനങ്ങൾക്കുള്ള ഉപകരണങ്ങളുമായി ആലപ്പുഴയിൽ നിന്നും സന്നദ്ധ പ്രവർത്തകർ പുറപ്പെട്ടു. റോഡ് സേഫ്റ്റി ഫോഴ്സ് എന്ന സംഘടനയുടെ നേതൃത്വത്തിൽ 9 പ്രവർത്തകരാണ് ആംബുലൻസിൽ വയനാട്ടിലേക്ക് തിരിച്ചത്. രക്ഷാപ്രവർത്തനം വെല്ലുവിളിയായ വയനാട്ടിൽ ഇതിനായുള്ള ഉപകരണങ്ങളുടെ ക്ഷാമം ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് ഇവർ ഉപകരണങ്ങളുമായി തിരിച്ചത്. ജനറേറ്ററുകൾ, ലൈറ്റുകൾ, വടം, കോൺക്രീറ്റ് കട്ടർ, ടോർച്ച്, ജാക്കി ഹാമർ തുടങ്ങി നിരവധി ഉപകരണങ്ങളാണ് രക്ഷാപ്രവർത്തനങ്ങൾക്കായി എത്തിക്കുന്നത്. ആലപ്പുഴ ജില്ലാ കളക്ടറുടെ പ്രത്യേക അനുമതിയോടെയാണ് സംഘം ദുരന്തമുഖത്തേക്ക് യാത്രയായത്. കേരളത്തെ ആകെ കൈത്താങ്ങായിട്ട് ഞങ്ങൾ അമ്പലപ്പുഴ ടീമും പുറപ്പെടുകയാണ്. ഞങ്ങൾക്ക് അതിനകത്തൊരു ഒരു കൈത്താങ്ങ് നൽകാൻ വേണ്ടി ഞങ്ങൾ അവിടെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ചെയ്യുക. ഞങ്ങളുടെ ഇവിടുന്ന് അതിൻ്റെ കട്ടിങ് മെഷീൻസും നിരവധി മറ്റ് ടൂൾസ് കാര്യങ്ങളെല്ലാം ഞങ്ങൾ സമാഹരിച്ചിട്ടാണ് പോകുന്നത്. അത് ഏതായാലും ഇനിയും ഇത്തരം ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കട്ടെ എന്ന് മാത്രമാണ് നമ്മളുടെ പ്രാർത്ഥന. ജില്ലയിൽ നിന്ന് ആദ്യമായാണ് രക്ഷാപ്രവർത്തനത്തിനായി ഒരു സംഘം വയനാട്ടിലേക്ക് പുറപ്പെട്ടത്. കവളപ്പാറ ദുരന്തത്തിൽ ഉൾപ്പെടെ നിരവധി ദുരന്തമുഖങ്ങളിൽ റോഡ് സേഫ്റ്റി ഫോഴ്സിന്റെ പ്രവർത്തകർ ഇത്തരത്തിൽ രക്ഷാപ്രവർത്തനത്തിനെത്തിയിരുന്നു. ചെയർമാൻ മഷ്ഹൂർ അഹമ്മദിന്റെ നേതൃത്വത്തിൽ അഹമ്മദ്, ഹാഷിം, സയ്യിദ്, ഷാജി കൊച്ചുപൊടി, ഷെഫിക് ചേലക്കാപ്പള്ളി, അൻസിൽ, നവാസ് അലി എന്നിവരടങ്ങുന്ന സംഘമാണ് വയനാട്ടിലേക്ക് തിരിച്ചത്. കളക്ടറേറ്റിൽ നടന്ന ചടങ്ങിൽ ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് സംഘത്തിന് യാത്രാനുമതി രേഖകൾ കൈമാറി. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ആലപ്പുഴ കളക്ടറേറ്റിൽ അടിയന്തര യോഗം ചേർന്നു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പരമാവധി സഹായം എത്തിക്കണമെന്ന് കളക്ടർ അലക്സ് വർഗീസ് അഭ്യർത്ഥിച്ചു. ആവശ്യമാകുന്ന പക്ഷം ആരോഗ്യ മേഖലയിലെ ഡോക്ടർമാർ ഉൾപ്പെടെയുള്ളവരുടെ സംഘം വയനാട്ടിലേക്ക് പോകുവാൻ സജ്ജരായിരിക്കുവാൻ കളക്ടർ നിർദ്ദേശിച്ചു. സാമ്പത്തിക സഹായം നൽകുവാൻ ആഗ്രഹിക്കുന്നവർ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ലഭ്യമാക്കണം. ദുരിതബാധിതർക്ക് എല്ലാ സഹായവും സർക്കാർ നൽകുന്നത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലൂടെ ആയിരിക്കുമെന്നും കളക്ടർ പറഞ്ഞു. ദുരിതാശ്വാസ ഫണ്ടിലേക്ക് ചെക്ക്, DD എന്നിവ സ്വീകരിക്കും. കളക്ടറേറ്റിൽ ഇത് സ്വീകരിക്കുന്നതിന് സംവിധാനം ഒരുക്കിയിട്ടുണ്ടെന്നും കളക്ടർ അറിയിച്ചു. അതേസമയം അപകടത്തിൽപ്പെട്ടവർക്ക് സമാശ്വാസവുമായി അമ്പലപ്പുഴ ബ്ലോക്ക് പഞ്ചായത്ത് അധികാരികൾ കളക്ടറേറ്റിൽ എത്തി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷീബ രാഗേഷ്, BDO, ഭരണസമിതി അംഗങ്ങൾ എന്നിവർ ചേർന്ന് 5 ലക്ഷം രൂപ കളക്ടർ അലക്സ് വർഗീസിന് സംഭാവനയായി കൈമാറി. 6 വയസ്സുകാരിയുടെ വലിയ മനസ്സ്, കുടുക്ക സമ്പാദ്യം ദുരിതാശ്വാസ നിധിയിലേക്ക്. വയനാട് ദുരന്തത്തിൽ കഷ്ടത അനുഭവിക്കുന്നവർക്ക് 6 വയസ്സുകാരിയുടെ കരുതൽ. ആലപ്പുഴ കാരൂർ ന്യൂ LP സ്കൂളിലെ 2ാം ക്ലാസ് വിദ്യാർത്ഥി B അനുഗ്രഹയാണ് 2 വർഷമായി കുടുക്കയിൽ സ്വരുക്കൂട്ടിയ സമ്പാദ്യം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകി മാതൃകയായത്. സൈക്കിൾ വാങ്ങാനായാണ് അനുഗ്രഹ കുടുക്കയിൽ പണം നിക്ഷേപിച്ചിരുന്നത്. ഈ സമ്പാദ്യമാണ് ദുരിതമനുഭവിക്കുന്നവർക്ക് നൽകാനായി കളക്ടറേറ്റിലെത്തി ജില്ലാ കളക്ടർ അലക്സ് വർഗീസിന് കൈമാറിയത്. മത്സ്യത്തൊഴിലാളിയായ അച്ഛൻ പുറക്കാട് വാലുപറമ്പിൽ ബിബീഷിനും പുറക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് AS സുദർശനും ഒപ്പമാണ് അനുഗ്രഹ കളക്ടറേറ്റിൽ എത്തിയത്. രൂക്ഷമായ കാലവർഷ സാഹചര്യത്തിൽ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നേതൃത്വത്തിൽ കോട്ടയം ജില്ലയിൽ അവലോകന യോഗം ചേർന്നു. കളക്ടർ ജോൺ V സാമുവലിന്റെ അധ്യക്ഷതയിലായിരുന്നു യോഗം. സംസ്ഥാനത്ത് നിലവിലെ കാലാവസ്ഥയിൽ കരുതലോടെ തന്നെ ഇരിക്കണമെന്നും വകുപ്പുകൾ തമ്മിലുള്ള ഏകോപനം ഉറപ്പാക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും ജില്ലാ കളക്ടർ വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരോട് യോഗത്തിൽ ആവശ്യപ്പെട്ടു. അത് ത്രെട്ടണിംഗ് സിറ്റുവേഷൻ ഒഴിപ്പിച്ചേ പറ്റൂ. ഒന്നാമത്തെ കാര്യം അതാണ്. 2 കാര്യങ്ങൾ നമുക്ക് അതിനകത്ത് അനുവർത്തിക്കാം. ഒന്ന്, ക്യാമ്പുകളിലേക്ക് മാറാൻ പറയാം. ക്യാമ്പുകളിലേക്ക് മാറാൻ പറയുമ്പം ക്യാമ്പ് അതിനനുസരിച്ചിട്ടുള്ള സജ്ജമായിരിക്കും. മറ്റ് സൗകര്യങ്ങൾ, ടോയ്ലറ്റ് എന്നിവ LSGD ഉറപ്പാക്കണം. ദുരന്ത നിവാരണം സംബന്ധിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ സർക്കാർ ഉത്തരവ് പ്രകാരമുള്ള കാര്യങ്ങൾ നടപ്പാക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ തദ്ദേശ സ്വയംഭരണ ജോയിന്റ് ഡയറക്ടർ പഞ്ചായത്ത് സെക്രട്ടറിമാരുടെ യോഗം വിളിച്ചു ചേർക്കണമെന്നും കളക്ടർ നിർദ്ദേശിച്ചു. മണ്ണിടിച്ചിൽ പോലെയുള്ള അപകടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള 6 സ്ഥലങ്ങൾ കാഞ്ഞിരപ്പള്ളി, മീനച്ചിൽ താലൂക്കുകളിലായി തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ദുരന്ത സാധ്യത ഉണ്ടാകുന്ന പക്ഷം ഈ പ്രദേശങ്ങളിലുള്ളവരെ മുൻകരുതൽ എന്ന നിലയിൽ മാറ്റിപ്പാർപ്പിക്കണം. ക്യാമ്പുകളിലേക്ക് വരാൻ തയ്യാറാകാത്തവരെ ബന്ധുവീടുകളിലേക്കെങ്കിലും മാറ്റണം. ക്യാമ്പുകളിലെ ഭക്ഷണം, കുടിവെള്ളം, ശുചിമുറി സൗകര്യങ്ങൾ, വൃത്തി എന്നിവ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഉറപ്പാക്കണം. ക്യാമ്പുകളിൽ പകർച്ചവ്യാധി ഉണ്ടാകാതിരിക്കാനുള്ള മുൻകരുതലുകളും അടിയന്തര ചികിത്സയ്ക്ക് വേണ്ട സൗകര്യങ്ങളും ആരോഗ്യവകുപ്പ് ഒരുക്കണം.
ക്യാമ്പുകളിലെ മാലിന്യങ്ങൾ ശേഖരിക്കുന്നതിനും തരംതിരിക്കുന്നതിനുമുള്ള സൗകര്യം തദ്ദേശ സ്ഥാപനങ്ങളുമായി സഹകരിച്ച് ശുചിത്വ മിഷൻ ഒരുക്കണം. അടിയന്തര സാഹചര്യങ്ങളിൽ ഉപയോഗിക്കാനുള്ള ആംബുലൻസുകളുടെ പട്ടിക, യന്ത്രങ്ങൾ, ചെറുവാഹനങ്ങൾ തുടങ്ങിയവ ലഭ്യമാക്കുന്നവരുടെ ഫോൺ നമ്പറുകൾ എന്നിവ ക്രോഡീകരിക്കണം. വകുപ്പുകൾ തമ്മിലുള്ള ഏകോപനം ശക്തിപ്പെടുത്തണം. താലൂക്ക് തലത്തിൽ കൺട്രോൾ റൂമുകൾ സജ്ജമാണ്. താലൂക്ക് തല പ്രവൃത്തികൾ ഏകോപിപ്പിക്കുന്നതിന് ഡെപ്യൂട്ടി കളക്ടർമാരെ ചുമതലപ്പെടുത്തും. ഓരോ പ്രദേശത്തെയും ബന്ധപ്പെട്ട ജനപ്രതിനിധികളുമായി മെച്ചപ്പെട്ട സഹകരണം വേണം. അപകടകരമായ മരങ്ങളും ശിഖരങ്ങളും മുറിച്ചു മാറ്റുന്നതിന് പൊതുമരാമത്ത് വകുപ്പ് അടിയന്തര ശ്രദ്ധ ചെലുത്തണമെന്നും കളക്ടർ നിർദ്ദേശിച്ചു. യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി ബിന്ദു, അഡീഷണൽ SP MR സതീഷ് കുമാർ, അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് ബീന പി ആനന്ദ്, പുഞ്ച സ്പെഷ്യൽ ഓഫീസർ M അമൽ മഹേശ്വർ, ജില്ലാതല ഉദ്യോഗസ്ഥർ, തഹസിൽദാർ എന്നിവർ പങ്കെടുത്തു. യോഗത്തിന് ശേഷം വയനാട് ദുരന്തത്തിനിരയായവർക്ക് സഹായം എത്തിക്കുന്നതിനായി ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ കോട്ടയം ബെസോലീസ് കോളേജിൽ ആരംഭിച്ച സ്വീകരണ കേന്ദ്രത്തിൽ സ്കൂളുകളിൽ നിന്നടക്കം ലഭിച്ച വസ്തുക്കൾ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി ബിന്ദുവിൽ നിന്ന് ജില്ലാ കളക്ടർ ജോൺ വി സാമുവൽ ഏറ്റുവാങ്ങി. വയനാട് ദുരന്തം കണക്കിലെടുത്ത് ഓഗസ്റ്റ് 10 നടത്താനിരുന്ന നെഹ്റു ട്രോഫി വള്ളംകളി മാറ്റിവെച്ചു. ക്ലബ്ബുകളും സംഘാടകരുമായി ആലോചിച്ച് പുതിയ തീയതി പ്രഖ്യാപിക്കും. വള്ളംകളി സെപ്റ്റംബർ 7 നടത്താൻ സാധ്യതയുണ്ട്. എന്നാൽ ഇത് സംബന്ധിച്ച് ഔദ്യോഗിക തീരുമാനം വന്നിട്ടില്ല. നേരത്തെ വള്ളംകളിയുടെ ഭാഗമായുള്ള സാംസ്കാരിക ഘോഷയാത്രയും കലാസന്ധ്യയും ഒഴിവാക്കി വള്ളംകളി നടത്തണമെന്ന് ഒരു വിഭാഗം ക്ലബ്ബുകളും വള്ളംകളി പ്രേമികളും ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തത്തിന്റെ ഞെട്ടൽ മാറുന്നതിന് മുൻപ് വള്ളംകളി നടത്തുന്നത് ഉചിതമല്ലെന്ന അഭിപ്രായം വിവിധ കോണുകളിൽ നിന്ന് ഉയർന്നു. ഇതോടെ തീരുമാനം സർക്കാരിന് വിടാൻ ജില്ലാ ഭരണകൂടം തീരുമാനിച്ചു. മുൻപ് വെള്ളപ്പൊക്കത്തെ തുടർന്ന് 2018-ലും 2019-ലും നെഹ്റു ട്രോഫി വള്ളംകളി മാറ്റിവെച്ചിരുന്നു. കോവിഡ് സമയത്ത് വള്ളംകളി നടത്തിയിരുന്നുമില്ല. നേരത്തെ വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ വള്ളംകളിക്ക് മുമ്പ് നടത്താനിരുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള കലാമത്സരവും സെമിനാറും ഒഴിവാക്കിയിരുന്നു. അതേസമയം വ്യാഴാഴ്ചയും വിവിധ ചുണ്ടൻ വള്ളങ്ങളുടെ നീരണിയിക്കൽ ചടങ്ങും പരിശീലന തുഴച്ചിലിന്റെ ഉദ്ഘാടനവും നടത്തിയിരുന്നു. നെഹ്റു ട്രോഫി ജലോത്സവത്തിൽ പങ്കെടുക്കുന്ന ചങ്ങനാശ്ശേരി ബോട്ട് ക്ലബ് ഔദ്യോഗികമായ പരിശീലന തുഴച്ചിലിന് തുടക്കം കുറിച്ചു. ആയാപ്പറമ്പ് വലിയ ദിവാഞ്ചിയാണ് ക്ലബിൻ്റെ ചുണ്ടൻ. വ്യാഴാഴ്ച രാവിലെ 10-നായിരുന്നു ഔദ്യോഗിക പരിശീലന തുഴച്ചിലിന് കിടങ്ങറയിൽ തുടക്കമായത്. തുഴച്ചിൽ ആരംഭിക്കുന്നതിന് മുൻപായി സെന്റ് ഗ്രിഗോറിയസ് പള്ളി വികാരി ഫാദർ ജേക്കബ് പാറയ്ക്കലിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ വള്ളം ആശീർവദിച്ചു. തുടർന്ന് 1-ാം പങ്കായം, 1-ാം തുഴ, ഇടിയൻ എന്നിവ ക്യാപ്റ്റൻ സണ്ണി തോമസ് ഇടിമണ്ണിക്കലിന്റെ നേതൃത്വത്തിൽ കൈമാറി. CBC രക്ഷാധികാരി ഫാദർ സെബാസ്റ്റ്യൻ പുന്നശ്ശേരി മുഖ്യപ്രഭാഷണം നടത്തി. വയനാട്ടിൽ മാനന്തവാടിയിൽ നമ്മുടെ ഓഫീസ് തുറന്നിരിക്കുന്നു. റേഡിയോ മീഡിയ വില്ലേജിന്റെയും ചാരിറ്റി വേൾഡിന്റെയും പേരിൽ അവിടെ അടിയന്തരമായ സഹായങ്ങൾ എത്തിക്കുവാൻ ഒരു ഓഫീസാണ് തുറന്നിരിക്കുക. അതിനുശേഷം ഒരു ഗ്രാമം പതുക്കെ നമുക്ക് ദത്തെടുത്ത് ആ രീതിയിലുള്ള ലെവറേജിലാണ് ഇപ്പോൾ ചിന്തിക്കുക. അതിനുള്ള ഏജൻസികളൊക്കെ മുന്നോട്ട് വന്നിട്ടുണ്ട്. നമ്മളെ കുട്ടനാട്ടിൽ 2018 സഹായിച്ചുകൊണ്ടിരുന്ന ഏജൻസിയാണ്. അവര് അവിടുത്തെ കാര്യത്തിൽ നമ്മുടെ വഴിയായി വയനാട്ടിലേക്ക് സഹായം ചെല്ലുന്ന ഒരു കാര്യം. അതുകൊണ്ട് നമ്മളതിന് വേദനിക്കുന്ന സഹോദരങ്ങളുടെ ഒപ്പമാണ് നമ്മൾ. ചങ്ങനാശ്ശേരിക്കാർ എപ്പോഴും അങ്ങനെയാണ്. പണ്ട് 2018 വെള്ളം ഉണ്ടായപ്പോൾ സുന്ദരമായ ഒരു ഗാനം ഇവിടെ തുറന്നു. വെളിനാട്ടിൽ നിന്നുമാണ് തുറന്നത്. അതായത് ആ ഗാനത്തിന്റെ വരികൾ കൃത്യമായി ഓർക്കുന്നില്ലേലും ഈ വലിയ മഹാ ദുരന്തത്തിൽ 1000 കൈകൾ നീട്ടിയ ചങ്ങനാശ്ശേരിക്കാരെ മറക്കിൽ ഒരിക്കലും ഞങ്ങൾ കുട്ടനാടൻ മക്കൾ ഒരിക്കലും നിങ്ങളെ മറക്കില്ല. അതുകൊണ്ട് ചങ്ങനാശ്ശേരി എന്ന് പറയുന്നത് ഇന്ന് ഈ വള്ളംകളി എന്ന് പറയുന്നത് ചങ്ങനാശ്ശേരിക്കാർ ഒരു വികാരമായി മാറിയിരിക്കുകയാണ്. ചങ്ങനാശ്ശേരി ബോട്ട് ക്ലബിന് മിച്ചം വരുന്ന തുക ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നൽകുമെന്ന് ഫാദർ വ്യക്തമാക്കി. ക്ലബിന് നേതൃത്വം നൽകുന്ന റേഡിയോ മീഡിയ വില്ലേജും പ്രത്യാശ ചാരിറ്റി വേൾഡും ചേർന്ന് വയനാട്ടിൽ നടത്തുന്ന ദുരിതാശ്വാസ പ്രവർത്തനങ്ങളെക്കുറിച്ചും ഫാദർ സെബാസ്റ്റ്യൻ പുന്നശ്ശേരി പരാമർശിച്ചു. റേഡിയോ മീഡിയ വില്ലേജ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ ജോഫി പുതുപ്പറമ്പ്, ഫാദർ ആന്റണി ഏത്തക്കാട്, CBC ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ, സബ് കമ്മിറ്റി ഭാരവാഹികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. വ്യാഴാഴ്ച കിടങ്ങറയിൽ നിന്ന് രാമഗിരിയിലേക്കും തിരിച്ചുമായിരുന്നു പരിശീലന തുഴച്ചിൽ. നെഹ്റു ട്രോഫി ജലോത്സവത്തിനായി ആയാപറമ്പ് പാണ്ടി ചുണ്ടൻ നീരണിഞ്ഞു. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ലളിതമായിട്ടായിരുന്നു ചടങ്ങുകൾ. മങ്കൊമ്പ് തെക്കേക്കര ബോട്ട് ക്ലബ്ബാണ് ഇത്തവണ ചുണ്ടനിൽ നെഹ്റു ട്രോഫിയിൽ മത്സരിക്കുന്നത്. ചലച്ചിത്ര താരം പ്രമോദ് വെളിയനാട് അടക്കമുള്ളവരെ പങ്കെടുപ്പിച്ച് ആഘോഷമായ നീരണിയൽ ചടങ്ങായിരുന്നു ആസൂത്രണം ചെയ്തിരുന്നതെങ്കിലും വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ലളിതമായ ചടങ്ങുകൾ മാത്രമാണ് നടത്തിയത്. നീരണിഞ്ഞ ചുണ്ടൻ പരിശീലന തുഴച്ചിലിനായി മങ്കൊമ്പ് മണിമലയാറ്റിലേക്ക് കൊണ്ടുപോയി. വരുന്ന 10 ദിവസം തെക്കേക്കര സൊസൈറ്റി കടവിലാണ് ചുണ്ടന്റെ പരിശീലന തുഴച്ചിൽ നടക്കുന്നത്. മങ്കൊമ്പ് സൊസൈറ്റി കടവ് മുതൽ 1-ാം കര വരെയായിരിക്കും പരിശീലന തുഴച്ചിൽ.
ലിനു ജോസഫ് മങ്കൊമ്പാണ് ലീഡിംഗ് ക്യാപ്റ്റൻ. ഡോക്ടർ ഉല്ലാസ് ബി കൃഷ്ണനാണ് ക്യാപ്റ്റൻ. പ്രിയപ്പെട്ടവരെ, ആയാപറമ്പ് പാണ്ടിച്ചുണ്ടൻ ഇന്ന് നീരണിഞ്ഞിരിക്കുകയാണ്. 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയിൽ ഞങ്ങളുടെ മങ്കൊമ്പ് തെക്കേക്കര ബോട്ട് ക്ലബ് ആണ് പുന്നമടക്കായലിൽ നെഹ്റു ട്രോഫിക്ക് വേണ്ടി ആയാപറമ്പ് പാണ്ടിച്ചുണ്ടനിൽ മത്സരിക്കുന്നത്. ഇന്ന് വളരെ ആഘോഷപൂർവ്വം ഈ നീരണിയൽ ചടങ്ങ് നടത്തുവാനിരുന്നതാണ്. എങ്കിൽ വയനാട്ടിലെ അതിദാരുണമായ ദുരന്തത്തെയോട് അതീവ ദുഃഖിതരായതുകൊണ്ടും നമ്മളും ആ ദുഃഖത്തിൽ പങ്കുചേരുന്നുള്ളതുകൊണ്ടും നമ്മുടെ ആഘോഷങ്ങളെല്ലാം തന്നെ മാറ്റിവെച്ചുകൊണ്ട് വള്ളം നീരണിയുന്ന ചടങ്ങ് അവസാനിച്ചിരിക്കുകയാണ് ഇപ്പോൾ. അതുകൊണ്ട് തന്നെ ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ മുഖ്യ അതിഥികളായി സാന്നിധ്യം ഉണ്ടാകുമെന്ന് ഉറപ്പ് നൽകിയിരുന്ന അഡ്വക്കേറ്റ് എം ലിജു, മലയാള സിനിമയിലെ തന്നെ വള്ളംകളിക്കാരനും തുഴച്ചിൽക്കാരനും ഒക്കെ ആയിട്ടുള്ള പ്രിയപ്പെട്ട കുട്ടനാടിൻ്റെ അഭിമാനം ശ്രീ പ്രമോദ് വെളിയനാട്, സിനിമാ നാടക നടൻ, അദ്ദേഹം അടക്കമുള്ളവരുടെ സാന്നിധ്യമാണ് നമ്മൾ ഇവിടെ പ്രതീക്ഷിച്ചിരുന്നത്. ഇതുപോലെ തന്നെ അനവധി മങ്കൊമ്പിലെയും തെക്കേക്കരയിലെയും അടക്കം വള്ളംകളി പ്രേമികളും ക്ലബ് ആരോഗ്യങ്ങളടക്കം പങ്കെടുക്കേണ്ടിയിരുന്നതാണ്. എന്നെങ്കിൽ വളരെ ചുരുക്കം ആൾക്കാർ, വള്ളസമിതിക്കാരാണെങ്കിൽ പോലും വളരെ ചുരുക്കം ആൾക്കാർ, അവരുടെ കൂടി അഭിപ്രായം മാനിച്ചുകൊണ്ടാണ് നമ്മൾ വലിയ ആഘോഷങ്ങളില്ലാതാക്കി ഈ ചടങ്ങ് പൂർത്തീകരിച്ചത്. എന്തായാലും നെഹ്റു ട്രോഫിക്ക് വേണ്ടി മങ്കൊമ്പ് തെക്കേക്കര ബോട്ട് ക്ലബ്ബ്, മങ്കൊമ്പിൻ്റെയും തെക്കേക്കരയിലെയും കുട്ടികൾ തന്നെ തുഴഞ്ഞ് നല്ല ഒരു മത്സരം കാഴ്ചവെക്കുമെന്ന് തന്നെയാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. നീരണിയൽ ചടങ്ങിന് ക്ലബ് പ്രസിഡന്റ് ജോഷി വർഗീസ് തുണ്ടിയിൽ, സെക്രട്ടറി ടോമി ചാക്കോ അത്തിക്കളം, വള്ളം സമിതി പ്രസിഡന്റ് അലക്സ്, സെക്രട്ടറി രഞ്ജിത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി. സ്വതന്ത്ര മത്സ്യത്തൊഴിലാളി ഫെഡറേഷന്റെ നേതൃത്വത്തിൽ ആലപ്പുഴ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. മത്സ്യത്തൊഴിലാളികളെ ദ്രോഹിക്കുന്ന ഫിഷറീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ആവശ്യപ്പെട്ടായിരുന്നു സമരം. പരമ്പരാഗത ഉൾനാടൻ മത്സ്യത്തൊഴിലാളികൾ മത്സ്യബന്ധനം നടത്തുന്നത് തടയുന്നു, അന്യായമായി ശിക്ഷാ നടപടികൾ സ്വീകരിച്ച് തൊഴിൽ ഉപകരണങ്ങൾ നശിപ്പിക്കുന്നു തുടങ്ങിയ ആരോപണങ്ങളാണ് മത്സ്യത്തൊഴിലാളികൾ ഉദ്യോഗസ്ഥർക്കെതിരെ ഉന്നയിക്കുന്നത്. ഇത്തരം ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു സമരം. സ്വതന്ത്ര മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് പി ജോൺ മാർച്ചും ധർണായോഗവും ഉദ്ഘാടനം ചെയ്തു. മദ്യപിച്ചുല്ലസിച്ചുകൊണ്ട് മതോബദ്ധരായ കുറെ ഉദ്യോഗസ്ഥർ കടന്നു വന്നിട്ട് ഈ തൊഴിലാളികളെ പിടിച്ചെടുത്തുകൊണ്ട്, നമുക്കറിയാം നമ്മുടെ സംസ്ഥാനത്ത് ക്രിമിനൽ ഒഫൻസ് കൈകാര്യം ചെയ്യുന്ന പോലീസ് ഓഫീസർമാർക്ക് പോലും പ്രതികളുടെ നേരെ തെറിവിളിക്കുവാൻ പാടില്ല എന്ന് ബഹുമാനപ്പെട്ട കേരള സർക്കാരിന്റെ നിയമത്തിലൂടെ അറസ്റ്റ് ചെയ്യുമ്പോൾ ഇവിടുത്തെ കുറെ തെമ്മാടികളായ ഫിഷറീസ് ഉദ്യോഗസ്ഥർ എന്താണ് കാണിച്ചത്? അവർ തെറിവിളിക്കുന്ന വീഡിയോ ഞങ്ങളുടെ കയ്യിലുണ്ട്. അവർ അടിക്കുവാൻ ചെല്ലുന്ന, ആക്രമിക്കുവാൻ ചെല്ലുന്ന വീഡിയോ ഞങ്ങളുടെ കയ്യിലുണ്ട്. ഉദ്യോഗസ്ഥർ, ഫിഷറീസ് ഉദ്യോഗസ്ഥർ മത്സ്യത്തൊഴിലാളികളുടെ ക്ഷേമത്തിനും അവരുടെ സംരക്ഷണത്തിനും വേണ്ടിയിട്ടാണ് ഇവിടുത്തെ ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥർ നിലകൊള്ളേണ്ടത്. 2021 ഉൾനാടൻ മത്സ്യബന്ധന അക്വാകൾച്ചർ നിയമം ഭേദഗതി ചെയ്യണമെന്നും മത്സ്യഫെഡ് വഴി നൽകുന്ന വല ഉപയോഗിച്ച് മീൻ പിടിക്കുന്നവരെ നിയമവിരുദ്ധമായി അറസ്റ്റ് ചെയ്യുന്ന ഉദ്യോഗസ്ഥരെ സർക്കാർ നിലയ്ക്ക് നിർത്തണമെന്നും നിയമ നടപടി സ്വീകരിക്കണമെന്നും പി ജോൺ ആവശ്യപ്പെട്ടു. ഫെഡറേഷൻ ജനറൽ സെക്രട്ടറി ബാബു ലിയോൺസ്, ജോളി ആന്റണി, ടി.എം. സത്യൻ, ലാസർ ബേബി, ടി.എസ്. ആന്റണി, കെ.ജി. ജോണി, വർഗീസ് ജോസഫ്, ജോയി കൊല്ലം തുടങ്ങിയവർ സംസാരിച്ചു. CPIM വണ്ടാനം ലോക്കൽ കമ്മിറ്റിയും കർഷക സംഘം മേഖലാ കമ്മിറ്റിയും സംയുക്തമായി ഓണത്തിന് ഒരുമുറം പച്ചക്കറി കൃഷിക്ക് തുടക്കം കുറിച്ചു. ഇച്ചുസലാം MLA പച്ചക്കറി തൈ നട്ട് കൃഷിയുടെ പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്തു. ഓണക്കാല പച്ചക്കറി കൃഷി സംഘടിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് CPIMന്റെയും കർഷക സംഘത്തിന്റെയും ഓരോ പ്രദേശത്തെ അയൽക്കൂട്ടങ്ങളുടെയും കൂടി സഹകരണത്തോടുകൂടി ഈ നിലയിൽ പച്ചക്കറി കൃഷി നമ്മളിപ്പോൾ ആരംഭിക്കുന്നത്. നമ്മുടെ നാടിന് സ്വന്തമായി ആവശ്യമുള്ള പച്ചക്കറി നമുക്ക് തന്നെ ഉത്പാദിപ്പിക്കാൻ കഴിയുന്ന ശേഷി പച്ചക്കറി മേഖലയിലുണ്ട്. നെല്ലിന്റെ കാര്യത്ത് നമുക്കത് പൂർണ്ണമാക്കാൻ പറ്റില്ല. പക്ഷെ
കഴിഞ്ഞ ഒരു 6-7 വർഷത്തെ കേരളത്തിലെ കണക്ക് നോക്കിയാൽ പച്ചക്കറി ഉൽപ്പാദനം കൂടി വരികയാണ്. അപ്പോൾ നമ്മൾ കേരളം മൊത്തമായി തീരുമാനിച്ച, ജനങ്ങളാകെ ചേർന്ന് ഒരു വലിയ ജനകീയ സംരംഭമായി തീരുമാനിച്ചാൽ മലയാളിക്ക് ആവശ്യമായ മുഴുവൻ പച്ചക്കറിയും, വിഷമില്ലാത്ത പച്ചക്കറി തമിഴ്നാട്ടിൽ നിന്നോ മറ്റ് സംസ്ഥാനത്തു നിന്നോ വിഷമുള്ളത് വാങ്ങാതെ വിഷമില്ലാത്ത പച്ചക്കറി നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിക്കാനും കഴിയും. അതിന് കഴിയുന്നൊരു വലിയ പരിശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഈ നിലയിലുള്ള കൃഷി വ്യാപിപ്പിക്കാൻ നമ്മൾ തീരുമാനിച്ചത്. വണ്ടാനം മേഖലയിലെ ഈ ഓണക്കാല പച്ചക്കറി കൃഷിയുടെ ഔപചാരികമായ ഉദ്ഘാടനമാണ് നമ്മളിവിടെ നിർവഹിച്ചത്. അത് നിർവഹിച്ചതായി പ്രഖ്യാപിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ. അമ്പലപ്പുഴ വടക്കു പഞ്ചായത്ത് 5-ാം വാർഡിലെ മുക്കയിൽ ജംഗ്ഷന് സമീപം സ്വകാര്യ വ്യക്തിയുടേതുൾപ്പെടെ 1 ഏക്കറോളം സ്ഥലത്താണ് കൃഷി ആരംഭിച്ചത്. വെണ്ട, വെള്ളരി, മത്തൻ, പയർ, തക്കാളി, കാന്താരി തുടങ്ങിയവയാണ് കൃഷി ചെയ്യുന്നത്. ഉദ്ഘാടന ചടങ്ങിൽ CPIM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി B. അൻസാരി, പഞ്ചായത്ത് അംഗം വിദ്യാന സുധൻ, P. രാജേന്ദ്രൻ, D. സതീശൻ തുടങ്ങിയവർ പങ്കെടുത്തു. ജീവിതശൈലി രോഗങ്ങൾ കണ്ടെത്താനും അവയെ വരുതിയിലാക്കാനും ആരോഗ്യ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ നടപ്പിലാക്കുന്ന വാർഷിക ആരോഗ്യ പരിശോധന 2.0ക്ക് തുടക്കമായി. പരിശോധനയുടെ ആലപ്പുഴ ജില്ലാതല ഉദ്ഘാടനവും ലോഗോ പ്രകാശനവും കളക്ടർ അലക്സ് വർഗീസ് നിർവഹിച്ചു. ജീവിതശൈലി രോഗങ്ങൾ തിരിച്ചറിയാനും നിയന്ത്രണ വിധേയമാക്കാനും പ്രതിരോധിക്കാനുമായി വിവരങ്ങൾ ശേഖരിക്കാൻ വീട്ടിലെത്തുന്ന ആശാപ്രവർത്തകരുമായി സഹകരിക്കണമെന്ന് ജില്ലാ കളക്ടർ പറഞ്ഞു. ജില്ലാ പഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങിൽ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ MV പ്രിയ ടീച്ചർ അധ്യക്ഷയായിരുന്നു. ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ യമുന വർഗീസ്, ഡെപ്യൂട്ടി ജില്ലാ മെഡിക്കൽ ഓഫീസർ അനു വർഗീസ്, NHM ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ കോശി C. പണിക്കർ, ഡോക്ടർ അനന്ത് മോഹൻ, ജില്ലാ എഡ്യൂക്കേഷൻ മീഡിയ ഓഫീസർ G. രജനി തുടങ്ങിയവർ പങ്കെടുത്തു. 30 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരിലാണ് വാർഷിക ആരോഗ്യ പരിശോധന നടത്തുന്നത്. വിശദമായി തയ്യാറാക്കിയ ചോദ്യാവലിയുമായി ആശാപ്രവർത്തകർ വീട്ടിലെത്തിയാണ് വിവരങ്ങൾ ശേഖരിക്കുന്നത്. സർവേക്ക് വിധേയരാകുന്നവർ പ്രദേശത്തെ ജനകീയ ആരോഗ്യ കേന്ദ്രത്തിലെത്തി പ്രാഥമിക പരിശോധനകളും തുടർ നിർദ്ദേശങ്ങളും പാലിക്കേണ്ടതാണെന്ന് ജില്ലാ ആരോഗ്യ വിഭാഗം അറിയിച്ചു. ചക്കുളത്തുകാവ് ശ്രീ ഭഗവതി ക്ഷേത്രം മുഖ്യ കാര്യദർശിമാരിൽ ഒരാളായ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി അന്തരിച്ചു. സംസ്കാരം വീട്ടുവളപ്പിൽ നടത്തി. 69 വയസ്സായിരുന്നു. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 2-ന് ചക്കുളത്തുകാവ് പട്ടമന ഇല്ലത്തെ കുടുംബ വീട്ടിലായിരുന്നു സംസ്കാര ചടങ്ങുകൾ. രാഷ്ട്രീയ, സാമൂഹിക, സാമുദായിക രംഗത്തെ നിരവധി പ്രമുഖർ വസതിയിലെത്തി ആദരാഞ്ജലികൾ അർപ്പിച്ചു. സുജാത ഉണ്ണികൃഷ്ണനാണ് ഭാര്യ. ക്ഷേത്ര മുഖ്യ കാര്യദർശി രാധാകൃഷ്ണൻ നമ്പൂതിരി, കാര്യദർശി മണിക്കുട്ടൻ നമ്പൂതിരി, മേൽശാന്തിമാരായ അശോകൻ നമ്പൂതിരി, രഞ്ജിത്ത് B. നമ്പൂതിരി എന്നിവർ സഹോദരങ്ങളാണ്. ചങ്ങനാശ്ശേരി പ്രസ് ക്ലബിന്റെ സ്ഥാപകനും ദീപിക ദിനപത്രത്തിന്റെ മുൻ ലേഖകനുമായിരുന്ന സിറിയ കുട്ടമ്പേരൂർ നിര്യാതനായി. 87 വയസ്സായിരുന്നു. പരിചയക്കാർക്കെല്ലാം ഉമ്മച്ചായനായിരുന്നു സിറിയ കുട്ടമ്പേരൂർ. നീതികേടിനോട് മുഖം നോക്കാതെ പ്രതികരിക്കുന്ന, സാമൂഹിക വിഷയങ്ങളിൽ നിരന്തരം ഇടപെടുന്ന വ്യക്തിത്വമായിരുന്നു മാധ്യമപ്രവർത്തകനായ ഉമ്മച്ചായൻ. മൃതദേഹം ആഗസ്റ്റ് 3 ശനിയാഴ്ച വൈകുന്നേരം 5-ന് വെരൂർ സെന്റ് ജോസഫ് പള്ളിക്ക് സമീപമുള്ള വസതിയിൽ കൊണ്ടുവരുന്നതും സംസ്കാരം ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് 2:30-ന് സെന്റ് ജോസഫ് പള്ളി സെമിത്തേരിയിൽ നടത്തുന്നതുമാണ്. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ വാർത്തകൾക്കും ലൈവ് പ്രോഗ്രാമുകൾക്കുമായി മാന്യ പ്രേക്ഷകർ കുട്ടനാട് കേബിൾ വിഷൻ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്വപ്ന ജ്വല്ലറി. അഴകേറും സ്വപ്നങ്ങൾക്ക് നിറവേകും സ്വപ്ന ജ്വല്ലറി, ചങ്ങനാശ്ശേരി. സ്വർണം ഗ്രാമിന് 6430 രൂപ, പവന് 51,440 രൂപ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.